കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 119 അധ്യായം അതിൻ്റെ 124 മുതൽ 127 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: അങ്ങയുടെ കാരുണ്യത്തുണർത്ത വിധം ഈ ദാസിയോട് പ്രവർത്തിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ ദാസിയാണ്, എനിക്ക് അറിവ് നൽകണമേ. ഞാൻ അങ്ങനെ അങ്ങയുടെ കൽപ്പന ഗ്രഹിക്കട്ടെ. കർത്താവെ, പ്രവർത്തിക്കാനുള്ള സമയമായി. അവിടുത്തെ നിയമം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ സ്വർണത്തെയും തങ്കത്തേക്കാൾ അധികം സ്നേഹിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ. ഈ വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ ദൈവത്തെ നമ്മളും തിരിച്ച് സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ദൈവം തരുന്ന മാതൃകയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. യേശുപ്പച്ചൻ നമ്മളെ വിളിക്കുന്നത് സ്നേഹം കൊണ്ട് നമ്മെ മൂടാനാണ്. യേശുവിൻ്റെ സ്നേഹം നമുക്ക് നൽകുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ നിലനിന്നുകൊണ്ട് യേശുവിൻ്റെ സ്വഭാവം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നമുക്ക് യേശുവിനെ സ്നേഹിക്കാം. യേശു പറഞ്ഞ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും നമ്മളുടെ മേൽ നിലനിൽക്കുവാൻ, നമ്മളിൽ പ്രവർത്തിക്കുവാൻ നാം ദൈവത്തോടൊപ്പമായിരിക്കണം. ദൈവത്തിൻ്റെ അതിവാത്സല്യ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ വന്ന് നിറയണം. അപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നത്, ദൈവത്തിൻ്റെ അവകാശികളാകുന്നത്. എൻ്റെ കർത്താവെ, പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ 3 മണി സമയത്ത് കർത്താവെ, അങ്ങയോട് യാചിക്കുന്നതൊക്കെ അങ്ങ് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അങ്ങ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും മേലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. സർവശക്തനും നീതിമാനുമായ ദൈവം ഈ വചനത്താൽ നിങ്ങളെ എല്ലാം ശുദ്ധീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.